എല്ലാവർക്കും നമസ്കാരം. ധനുമാസത്തിലെ തിരുവാതിര എത്തി. നമ്മുടെ ചേരാനെല്ലൂർ കാർത്തികേനി ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് സന്ധ്യയ്ക്ക് ശേഷം എട്ടങ്ങാടിയും അത്താഴ ശിവേലിക്ക് ശേഷം തിരുവാതിര കളി, തിരുവാതിര ഓർക്കൊഴുപ്പ്, പാതിരാ പൂജോട് എല്ലാം പതിവ് പോലെ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ തിരുവൈരാണിക്കുളത്ത് ശ്രീപാർവതിയുടെ നട തുറക്കുന്ന ദിവസമല്ലേ. അതേപോലെ തന്നെ ചേരാനെല്ലൂർ കാർത്തികേനി ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയമ്മയെ പാർവതിയായി സങ്കല്പിച്ച് വാൽക്കണ്ണാടി ശ്രീകോവിലിൻ്റെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് വെള്ളിയമ്പലത്തിൻ്റെ തെക്കേ വെള്ളിയമ്പലം എന്ന് ഞങ്ങൾ പറയും, ഇടനാഴിയിലുള്ള തെക്കേ വെള്ളിയമ്പലത്തിൽ പീഠത്തിൽ ഇരുത്തി പൂജയും ബ്രാഹ്മണിപ്പാട്ടും ഒക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇന്ന് തൊട്ട് 7 ദിവസം, അതായത് ജനുവരി 8-ാം തീയതി വരെ ഇവിടെ ബ്രാഹ്മണിപ്പാട്ടുണ്ട്. അത്താഴ ശിവേലിക്ക് ശേഷം 6 മടപ്പാട്ടാണ് പാടുക. പിറ്റേ ദിവസം എടർത്ത ശിവേലിക്ക് ശേഷം, അതായത് ഒരു 6:45-7 മണി ആകുമ്പോഴത്തേക്കും ഒരു 7ാമത്തെ മടപ്പാട്ട്, ഒരു മടപ്പാട്ട് ആണ് പിറ്റേ ദിവസം രാവിലെ ചെല്ലുന്നത്. ഈ ചടങ്ങ് ചെയ്യുന്നത് ഇവിടുത്തെ പുഷ്പക വിഭാഗത്തിൽപ്പെട്ട നമ്പീശന്മാരെന്ന് പറയും, ബ്രാഹ്മണിയമ്മ, അവരുടെ സ്ത്രീകൾ ബ്രാഹ്മണിയമ്മയാണ് ഈ പാട്ട് പാടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബ്രാഹ്മണിപ്പാട്ടെന്നാണ് അറിയപ്പെടുന്നത്. ബ്രാഹ്മണിപ്പാട്ട് എന്തിനാ തൊഴണമെന്ന് ചോദിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ബ്രാഹ്മണിപ്പാട്ട് കേട്ട് തൊഴുന്നത്. അപ്പം നമ്മൾ ചേരാനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ അടുത്ത 7 ദിവസം ഇതിനുള്ള സൗകര്യമുണ്ട്. ഈ വൈകുന്നേരത്തെ 6 മടപ്പാട്ട് നമ്മുടെ അത്താഴ ശിവേലി, അതായത് 8 മണിക്ക് ശേഷം ആണ് പാടുക. അതിൽ ഗണപതി സ്തുതി, സരസ്വതി സ്തുതി, ദുർഗാദേവിയുടെ ഉത്ഭവം, ദുർഗാദേവിയുടെ വർണ്ണനയും മറ്റ് സ്തുതികളും ഒക്കെയാണ്. 7ാമത്തെ മടപ്പാട്ട്, അതായത് പിറ്റേ ദിവസം രാവിലെ പാടുന്ന പാട്ടിൽ ശിവപാർവതി പരിണയം, അതായത് ഭഗവാന്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ, ഭഗവതിയമ്മയുടെ ഒരുക്കങ്ങൾ, അവരുടെ പാണിഗ്രഹം, ഇതെല്ലാമാണ് പാടുന്നത്. അപ്പോൾ മംഗല്യത്തിനും അത് കേൾക്കുന്നത് വളരെ നല്ലത് ആണെന്നാണ് വിശ്വാസം. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ചേരാനെല്ലൂർ കാർത്തികേനി ഭഗവതി ക്ഷേത്രത്തിലേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും വരാം. നമ്മളുടെ കൂടെ ഒന്നുമില്ലെങ്കിൽ രാത്രി 7:45 ശേഷം, അല്ലെങ്കിൽ രാവിലെ 6:45-7 മണിക്ക് വന്ന് ഈ ബ്രാഹ്മണിപ്പാട്ടിൽ പങ്കുചേരാവുന്നതാണ്. പിന്നെ തിരിച്ച് ഭഗവതിയമ്മയെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്ന ദിവസം, അതായത് ജനുവരി 8-ാം തീയതി, അന്ന് മാത്രം 6:45-ന് പകരം ഉച്ച ശിവേലിക്ക് ശേഷം, അതായത് ഏകദേശം 9:45-10 മണി, ആ സമയത്താണ് ഈ ശിവപാർവതി പരിണയമൊക്കെ പാടുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കഴിയണ ദിവസമായാലും വരാം. അപ്പോൾ നിങ്ങളൊരു 9:45-10 മണിക്ക് എത്തിയാൽ ഇതിൽ പങ്കുചേരാം, തൊഴാം. പിന്നത്തെ ഒരു വിശ്വാസം ഞങ്ങളുടെ നാട്ടിൽ ഈ പാട്ട് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ദിവസം, അതായത് ഇന്ന് ഈ പരിസരത്തുള്ളവർ തിരിച്ച് ഭഗവതിയമ്മയെ ഈ 7 ദിവസം കഴിഞ്ഞ് അകത്ത് എഴുന്നള്ളിക്കുമ്പോഴും ഇവിടെ ഉണ്ടാവണം എന്നൊരു ചെറിയ വിശ്വാസം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും സർവ്വ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ബ്രാഹ്മണിപ്പാട്ട് കേൾക്കുന്നതും തൊഴുന്നതുമെല്ലാം. താല്പര്യമുള്ളവർക്ക് വരാം. ഇവിടെ അതേപോലെ നെയ്ദ്യങ്ങളും ഒക്കെ ഉണ്ട്, അപ്പം മട നെയ്ദ്യങ്ങളൊക്കെ ഉണ്ട്, പ്രസാദങ്ങളൊക്കെ വാങ്ങാം. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ചേരാനെല്ലൂർ അമ്പലത്തിലേക്ക്. എല്ലാവർക്കും നല്ലത് ആശംസിച്ചുകൊണ്ട് നമസ്തേ.